സ്ഥലം ഓർമ്മയുണ്ടോ? ദിസ് ഈസ് ഹാപ്പിനെസ് ഓടി ചെയ്ത സ്ഥലമാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഉള്ള വണ്ടി ഏതാണെന്ന് വെച്ചാൽ ഹോണ്ടയുടെ ഹോർനെറ്റ് 2.0 ആണ്. DS6 വണ്ടിയാണുള്ളത്. ഹോണ്ടയുടെ ഓൾഡ് ന്യൂ വണ്ടിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടിയുടെ ഡിസൈൻ നമുക്ക് നോക്കാം. വണ്ടി ഒരു മുമ്പത്തെ ഹോർനെറ്റിൻ്റെ ഇതിൽ നിന്ന് കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെർഷൻസിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആ ഒരു ഹോണ്ടയുടെ ടിപ്പിക്കൽ ഡിസൈൻസ് നമുക്ക് ഇവിടെ കാണാം. വണ്ടി മൊത്തത്തിൽ നോക്കുന്ന സമയത്തും ഒരു കമ്മ്യൂട്ടർ എന്ന നിലയ്ക്ക് അത്യാവശ്യം സ്പോർട്ടി ലുക്കിലാണ് വണ്ടി വന്നിരിക്കുന്നത്. റെയർ സൈഡ് നോക്കുവാണേലും എല്ലാം ആ ഒരു എക്സ് എന്നൊക്കെ ഉള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ വൈകാതെ നമുക്ക് വണ്ടിയുടെ സ്പെക്സ് നോക്കാം. ഡിസൈൻ വൈസ് എനിക്ക് അത്യാവശ്യം കൊള്ളാൻ തോന്നി. നല്ലൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഹോണ്ടയുടെ അറിയാമല്ലോ, ഡിസൈൻസ് ഹോണ്ടാസിന് അങ്ങനെ വലിയ പ്രോബ്ലംസ് ഒന്നും വരാറില്ല. അപ്പോൾ നമുക്ക് സ്പെക്സ് നോക്കാം. അപ്പോൾ സ്പെക്സിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കാണാൻ പറ്റുന്നത് ഈ ഒരു ട്വിൻ LED സെറ്റപ്പാണ്. അപ്പോൾ ഈ ഒരു LED സെറ്റപ്പും കൂടെ നമുക്ക് LED DRLs ആണ് വരുന്നത്. കൂടെ നമുക്ക് 2 LED ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ കാണാം. അപ്പോൾ ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് പിന്നുള്ളതെന്ന് വെച്ചാൽ ഒരു ഗോൾഡൻ അപ്സൈഡ് ഡൗൺ ഫോക്സ് തന്നെ നമുക്ക് കാണാം. ഒരു ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റാണ്. ഈ ഒരു സെഗ്മെൻറ്റ് എനിക്ക് തോന്നുന്നു അപ്സൈഡ് ഡൗൺ ഫോക്സ് ഹോണ്ട ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് പിന്നീട് നോക്കുന്ന സമയത്ത് ഫ്രണ്ടിലത്തെ ടയർ വന്നിട്ട് ഒരു 110 സെക്ഷനാണ്. മാക്സിസിൻ്റെയാണ് ടയർ വരുന്നത് സ്റ്റോക്കായിട്ട്. നമുക്ക് 276 mm ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. കൂടെ നിസിൻ്റെ ബ്രേക്ക് കാലിബേഴ്സും വരുന്നുണ്ട്. സിംഗിൾ ചാനൽ ABS ഉള്ളൂ, ഡ്യുവൽ ചാനൽ ABS ഇല്ല വണ്ടിക്ക്. പിന്നെ നമുക്ക് സൈഡ് പ്രൊഫൈലോട്ട് വരുന്ന സമയത്ത് നമുക്ക് എൻജിൻ കാണാം. ഈ വണ്ടിയുടെ എൻജിൻ എന്ന് പറയുന്നത് ഒരു 184.4 cc സിംഗിൾ സിലിണ്ടർ ഫ്യൂൽ-ഇൻജെക്റ്റഡ് എൻജിനാണ്. എയർ കൂൾഡ് എൻജിനാണ്. അപ്പോൾ ഈ വണ്ടിയുടെ പവർ ഔട്ട്പുട്ട് എന്നൊക്കെ പറയുന്നത് ഏകദേശം 17.2 bhp at 8500 RPM 16.1 Nm ഓഫ് ടോർക്ക് അറ്റ് 6000 RPM ആണ് വരുന്നത്. അപ്പോൾ വണ്ടിയുടെ നമുക്ക് കാണാൻ പറ്റും, ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു കാറ്റൊക്കെ കാണാൻ പറ്റും നമുക്ക് ആ എൻജിൻ്റെ അവിടെ നിന്ന്. ഫോർ BS6 എമിഷൻ നോംസിന് വേണ്ടിയാണ്. പിന്നെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു പോർഷനൊക്കെ എല്ലാം ഒരു പ്ലാസ്റ്റിക് ഫീലാണ്. വെയിറ്റ് കുറയ്ക്കാനുള്ള രീതിയിലാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ലാത്ത ഫിറ്റ് ആൻഡ് ഫിനിഷാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്കിവിടെ ഹോണ്ടയുടെ ലോഗോസും കാര്യങ്ങളും കാണാം. ഫുഡ് പക്സും കാര്യങ്ങളും റയർ സൈഡ് ഫുഡ് പക്സൊക്കെ കാണാം. പിന്നെ നമുക്ക് വരുന്നൊരു എക്സോസ്റ്റിന് ഇവിടെ നമുക്ക് സൈഡിലോട്ട് വരുമ്പോൾ കാണാം. പുറകിൽ വരുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ വൈഡായിട്ടുള്ള ഒരു 140 സെക്ഷൻ ടയറും കൂടെ ഒരു 220 mm ഡിസ്ക് ബ്രേക്കും നിസിൻ്റെ ബ്രേക്ക് കാലിബേഴ്സും വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വണ്ടി സിംഗിൾ ചാനൽ ABS ആണ്. അതുമാത്രമാണ് എനിക്ക് ഇച്ചിരി ഇതായാലും ഡ്യുവൽ ചാനൽ ABS കൊടുക്കുമായിരുന്നു. പുറകിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു മോണോസോക്ക് സസ്പെൻഷൻ അവിടെ കാണാം. പിന്നെ പുറകിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു LED ഇൻഡിക്കേറ്റേഴ്സ് കാണാം. പിന്നെ ആ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക് ലൈറ്റാണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഒരു എക്സ് എന്നുള്ള സംഭവം. ഇവിടെ നമുക്ക് ഗ്രാബ് റെയിൽസ് കാണാം പുറകിലായിട്ട് വരുന്ന സമയത്ത്. പിന്നെ നമുക്കുള്ളത് ഈ സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു വലിയ സാരി ഗാർഡ് കാണാം കേട്ടോ. സാരി ഗാർഡ് ഇവിടെ ഈ പ്ലാസ്റ്റിക്കിലാണ് കേട്ടോ സാരി ഗാർഡ് വന്നിരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ സീറ്റിംഗ് വരുമ്പോഴത്തേക്കും വണ്ടിക്ക് സ്പ്ലിറ്റ് സീറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വണ്ടിയിൽ കയറിയിരിക്കാം. ഞാൻ കയറിയിരിക്കുമ്പോൾ എനിക്കൊരു 6 feet ടോളുണ്ട്. അപ്പോൾ ഞാൻ കയറിയിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ വണ്ടി വളരെ സീറ്റ് ഹൈറ്റ് അത്യാവശ്യം കുറവാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നീളം കുറഞ്ഞവർക്ക് വലിയ കുഴപ്പമൊന്നും ഫീൽ ചെയ്യുന്ന ഒരു സീറ്റൊന്നുമല്ല. അത്യാവശ്യം നല്ല സീറ്റ് ഒരിതാണ് പൊസിഷനാണ്. ഒരു 795 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഈസിയാണ്. കൂടുതൽ അങ്ങനെ ഡിഫിക്കൽട്ടീസും കാര്യങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വന്നിരിക്കുന്നത്. 165 mm ആണ് വന്നിരിക്കുന്നത് വണ്ടിക്ക് കൊടുത്തിരിക്കുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ്. അത്യാവശ്യം കുഴപ്പമില്ല. വൈഡായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഹാൻഡ് ബാസിൻ്റെ അവിടെ നമുക്ക് ഫുഡ് പക്സിൻ്റെ പൊസിഷനാണേലും ഇരിക്കുന്നത് കംഫർട്ടിലാണ്. ഇച്ചിരി റയർ സെറ്റിലായിട്ടാണ് ഇരിക്കുന്നത്.
പിന്നെ നമ്മൾ നോക്കുന്നത് വെച്ചാൽ ടാങ്കാണ്. ഫസ്റ്റ് തന്നെ നമ്മളെ ഒരു എസ്തറ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടാങ്കാണ്. എനിക്ക് ഈ കളർ സ്കീമിൽ ഈ ഒരു ടാങ്ക് കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ ഒരു കാർബൺ ഫൈബർ രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡിസൈൻ. ഇതിന് ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 12 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ സ്വിച്ചസിൻ്റെ ആ ഒരു ഇത്, ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാം, ഹോണുണ്ട്. പിന്നെ നമുക്കിവിടെ എൻജിൻ കിൽ സ്വിച്ചും സ്റ്റാർട്ടും ഒക്കെ കാണാം. പിന്നെ നമുക്കിവിടെ ഒരു ഹസാർഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു LCD നെഗറ്റീവ് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഫുള്ളി ഡിജിറ്റലാണ് ഡിസ്പ്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്ന ന്യൂട്രൽ ലൈറ്റ് കാണാം, പിന്നെ ബ്രൈറ്റിൻ്റെ ഇത്, ABSൻ്റെ ഇത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ളത് കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് 5 ലെവൽ ഇലൂമിനേഷൻ ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കിതിനകത്ത് ഇതിൻ്റെ ഒരു ലൈറ്റ് സെറ്റപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ കാണാം ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്പീഡോമീറ്റർ ഉണ്ട്. നമുക്കിവിടെ ആ ഒരു ഫ്യൂവലിൻ്റെ ഗേജ് കാണാം, പിന്നെ ടൈം കാണാം, പിന്നെ ആ ഒരു RPM മീറ്റർ അവിടെ കാണാം. അപ്പോൾ ഇതിൻ്റെ RPM മീറ്റർ റെഡ് ലൈൻ കൊടുത്തേക്കുന്നത് 11,000 RPM-ലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ നമുക്ക് മെയിനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണാം. ട്രിപ്പ് കാണാം, അതുപോലെ ബാറ്ററി ലെവൽ കാണാം, പിന്നെ നമുക്ക് ടോട്ടൽ എത്ര കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ടെന്ന് കാണാം. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്യൂവലിൻ്റെ ലെവൽ കാണാം. പിന്നെ നമുക്ക് 5 ലെവൽ ഇലുമിനേഷൻ വരുന്നുണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്യാം. സ്പീഡോമീറ്ററും RPM മീറ്ററും അവിടെ തന്നെ കാണാം. ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യം ഇതിൽ തന്നെ വരുന്നതാണ്. ബേസിക്കായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും എല്ലാ ഇൻഫർമേഷനും ആവശ്യമുള്ള ഇൻഫർമേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നൊരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഇൻഡിക്കേറ്ററിൻ്റെ ടേൺ സിഗ്നൽസിൻ്റെ ഇത് കാണിക്കുന്നതൊക്കെ ഉണ്ട്. ഇത്രയാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത്. ഇവിടെ ആ ഒരു എക്സോസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും വ്ലോഗിലേക്ക് നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഓടിക്കുന്ന വണ്ടി ഏതാണെന്ന് വെച്ചാൽ Hornet 2.0 ആണ്. അപ്പോൾ വണ്ടിയുടെ സ്പെക്സും കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമുക്കിനി വണ്ടിയുടെ ഓടിക്കുമ്പോൾ ഉള്ള എൻ്റെ കാര്യങ്ങൾ പറയാം. അപ്പോൾ നമുക്കിന്ന് വണ്ടി തന്നിരിക്കുന്ന ഷൈമാസ് ഹോണ്ടയാണ് ചെങ്ങന്നൂരിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിയെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. അവരുടെ ടെസ്റ്റ് റൈഡ് വണ്ടികളുണ്ട്. അപ്പോൾ അവിടെ പോയി നിങ്ങൾക്ക് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിലുണ്ട് ഷൈമാസ് ഹോണ്ടയുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഹോണ്ടയുടെ Hornet എന്ന് പറഞ്ഞ പ്രീവിയസ് ജനറേഷനിൽ നിന്ന് ഒരു അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് വണ്ടി. അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അപ്ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. കാരണം ഡിസൈൻ വൈസ് ആണെങ്കിലും അതിൻ്റെ ആ ഒരു എൻജിൻ തന്നെ ഏകദേശം 24 cc കൂട്ടിയിട്ടാണ് എൻജിൻ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് പവർ ഔട്ട്പുട്ട് എന്നൊക്കെ പറയുന്ന അത്ര വലിയ ഇതല്ല ഷീറ്റ്സിലുള്ളത്, പക്ഷേ യൂസബിളായിട്ടുള്ള പവറും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഇതൊരു കമ്പ്യൂട്ടറാണ്, ഒരു സ്പോർട്ടി കമ്പ്യൂട്ടർ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം സീറ്റിങ് തന്നെ നമുക്ക് ഒരു സ്പ്ലിറ്റ് സീറ്റാണ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ. പിന്നെ നമുക്ക് ഫുഡ് പെക്സ് അത്യാവശ്യം റയറലായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ വലിയ ഒരു സ്ട്രെയിറ്റ് പൊസിഷനൊന്നും അല്ല ഫുഡ് പെക്സ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സ്പോർട്ടി ഫീലാണ് വരുന്നത്. പിന്നെ ഹാൻഡ് ബാഗ്സ് നമ്മൾ വളരെ അപ്രൈറ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ചെറിയൊരു ലീൻ, ചെറിയെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, അല്ല വലിയ സ്പോർട്ടി ആയിട്ടുള്ള നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സംഭവം ഒന്നുമല്ല. വളരെ കംഫർട്ടബിളാണ് വണ്ടി. ഇപ്പോൾ തന്നെ ഞാൻ 4th ഗിയർ കാണാം, ഗിയർ ഇൻഡിക്കേറ്റർ ഉണ്ട്. അതുപോലെ നമുക്ക് 5th ഗിയറിൽ ഇപ്പോൾ ഞാൻ ക്രൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വൈബ്രേഷൻസ് ഒട്ടും തന്നെ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഒട്ടും തന്നെ വൈബ്രേഷൻസ് ഈ വണ്ടിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതാണ് ഈ ഹോണ്ടയുടെ മെയിനായിട്ടുള്ളൊരു ഗുണം. അപ്പോൾ വണ്ടിക്ക് വരുന്ന ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് സ്ലിപ്പർ ക്ലച്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇതുവരെ യൂസ് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ക്ലച്ചിൻ്റെ ഒരുമാതിരി ലൈറ്റായിട്ടുള്ളൊരു ക്ലച്ചാണ്. അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെയാണ് ക്ലച്ചിലെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഫോഴ്സ് ന്യൂട്രൽസും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ നമുക്ക് മിറർ നോക്കുന്ന സമയത്ത് യൂസബിളാണ് കേട്ടോ.
വളരെ നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റും. നമുക്ക് മിറേഴ്സിൽ കൂടെ നമുക്ക് വളരെ വിഷ്വൽസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. മിറേഴ്സ് നല്ല പ്രാക്ടിക്കലായിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ അവർ മിറേഴ്സൊക്കെ നല്ല രീതിയിലാണ്, വെറുതെ ഒരു ഷോ ഓഫിന് മാത്രമായിട്ടുള്ളൊരു മിററൊന്നുമല്ല. പറയുന്ന പോലെ നമുക്ക് ഇത് ഹസാർഡ് വരുന്നുണ്ട്. ഹസാർഡ് ലൈറ്റ്സ് ആണ് നമുക്ക് വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇതിൽ സ്റ്റോക്കിൽ ഹസാർഡ് കുറവാണെന്ന് തോന്നുന്നു വരുന്നത്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. ഹസാർഡ് ലൈറ്റ്സ് ഉണ്ട്. പിന്നെ നമുക്ക് വണ്ടിയുടെ ത്രോട്ടിൽ റെസ്പോൺസ് എന്നൊക്കെ പറയുമ്പോൾ സ്മൂത്താണ്. എനിക്ക് റിഫൈൻമെൻറ്റ് ലെവൽസ് ഹോണ്ട ആയതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി വളരെ നല്ല റിഫൈൻമെൻറ്റ് ലെവൽസാണ് നമുക്ക് വണ്ടിയിൽ കിട്ടുന്നത്. വേറൊരു വണ്ടിയിലെ പോലെ മോശമായിട്ടുള്ളൊരു റിഫൈൻമെൻറ്റ്സ്, ആ ഒരു വൈബ്രേഷൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് വണ്ടി. ഒരു 90-ലൊക്കെ ഈ വണ്ടി ക്രൂസ് ചെയ്യുന്ന സമയത്ത് പോലും ഒരു വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം നമുക്കിത് ഫീൽ ചെയ്യത്തില്ല. നമുക്ക് ഫീൽ ചെയ്യുന്ന ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻസ് വരുന്നത് ഒന്ന് ചെറുതായിട്ടൊരു ഹാൻഡിലിൻ്റെ അവിടെ ചെറിയ രീതിയിലാണ്, അതും വളരെ കുറവാണ് വണ്ടിയിൽ. അപ്പോൾ എല്ലാവരും കാണിക്കുന്ന പോലെ ഒരു ചെറിയ ഫേസ് ലിഫ്റ്റ് പോലെയല്ല വണ്ടി ചെയ്തേക്കുന്നത്. ഒരു ഓൾ ഇൻ ഓൾ ന്യൂ വണ്ടിയായിട്ട് തന്നെയാണ് ഹോണ്ട ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ഇതിൽ കാണാനും നമുക്ക് സാധിക്കും. വണ്ടിയുടെ ആ ഒരു റിഫൈൻമെൻറ്റ് ലെവലാണേലും വണ്ടി എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്നൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫീൽ അതിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതൊരു കൂടുതലൊരു കമ്പ്യൂട്ടറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കൂടുതലും എല്ലാവരും ഡേ ടു ഡേ യൂസ് ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ ഓഫീസിൽ പോകാനാണ്. അപ്പോൾ ഇതാണ് ഹോണൊക്കെ ഓക്കേഷ് ആയിട്ടുള്ളൊരു ഹോണാണ്, അല്ല വലിയ ഇതൊന്നുമല്ല. ഹോണൊന്നും അങ്ങനെ ആയിരുന്നു നോക്കുന്നത്. ഇപ്പോൾ സസ്പെൻഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് വരുന്നത്. അപ്പോൾ ആ ഹമ്പൊക്കെ വളരെ സോഫ്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ളൊരു സസ്പെൻഷൻ അല്ല. കാരണം ഇതെനിക്കൊന്ന് കുറച്ചും കൂടെ സ്പോർട്ടി, ഇച്ചിരിയും കൂടെ സ്റ്റിഫറായിട്ടുള്ളൊരു സസ്പെൻഷനാണ് ഹോണ്ട കൊടുത്തിരിക്കുന്നത്. അതൊരു നല്ല കാര്യമാണ്. പക്ഷേ ചെറിയ ഭയങ്കരമായിട്ട് നമുക്ക് കംഫർട്ട്, ഇപ്പോൾ ഒരു കുഴിയിലൊക്കെ ചാടുന്ന സമയത്ത് ചെറിയ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും അത്. അല്ലാതെ ഒട്ടും സോഫ്റ്റായിട്ടുള്ളൊരു സസ്പെൻഷൻ അല്ല. പിന്നെ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത് ഇതിന് 6 സ്പീഡ് ഗിയർ ബോക്സ് കൊടുക്കാമായിരുന്നു. കാരണം ഞാൻ എപ്പോഴും 5 സ്പീഡിൽ നിന്ന് അടുത്ത ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുവാണ്. പിന്നെ എനിക്ക് ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ തോന്നിയതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് കേട്ടോ. അതൊരു 276 mm ഡിസ്ക് ബ്രേക്കാണ് വന്നിരിക്കുന്നത്. അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കാൻ തോന്നുന്നു. ഇതിൻ്റെ ഒരു പവർ ഡെലിവറിക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക് തന്നെയാണ്. അല്ല വലിയ മോശം ബ്രേക്ക് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഹാൻഡിലിംഗ് ആണ് എനിക്ക് അത്യാവശ്യം. ഇപ്പം തന്നെ കണ്ടില്ലേ വണ്ടിയുടെ ഹാൻഡിലിങ് നല്ലൊരു രീതിയിൽ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഹാൻഡിലിങ് ചെയ്യുന്ന വണ്ടിയിലങ്ങനെ ആ ഒരു മാക്സിസിൻ്റെ ടയേഴ്സ് നല്ല ഗ്രിപ്പൊക്കെയാണ് നമുക്ക് തരുന്നത്. കുറച്ചും കൂടെ 140 സെക്ഷൻ വൈഡർ ടയേഴ്സ് ആയതുകൊണ്ട് തന്നെ ബാക്കിലും ഫ്രണ്ടിലും 110 സെക്ഷനാണ് തരുന്നത്. പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ ഡുവൽ ചാനൽ ABS ഇല്ല, സിംഗിൾ ചാനൽ ABS ഉള്ളൂ നമുക്ക്. ഹാൻഡിലിങ് ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിയും വളരെ അടിപൊളിയാണ് ഇതിൻ്റെ ഹാൻഡിലിങ്. ഞാൻ വേറെ ഇതിൻ്റെ കോമ്പറ്റീഷൻ നോക്കുവാണെങ്കിൽ എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് ഇപ്പോൾ ഹാൻഡിലിങ് തോന്നിയ ഈ വണ്ടിയാണ് കേട്ടോ. അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് വെയിറ്റ് വളരെ കുറവാണ്. 142 kg ആണ് വെയിറ്റ് വരുന്നത്. വളരെ ലൈറ്റാണ്. ആ ലൈറ്റ്നെസ് നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഹാൻഡിലിങ് ആ ഒരു ഇഷ്യൂസ് നമുക്ക് ഫീൽ ചെയ്യുന്നേ ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ചങ്ങോട്ട് പോയിട്ട് നമുക്ക് അതിൻ്റെ ഒരു 0 to 60 നോക്കാം. ആ ഒരു ഇനിഷ്യൽ പവർ ഡെലിവറി എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് സ്റ്റില്ലാണ്. നമുക്കൊന്ന് ഇവിടെ നിന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ലേ ആ ഒരു 0 to 60 അല്ലെങ്കിൽ 0 to 100 പോയ ഒരു ടൈം നിങ്ങൾ കണ്ടില്ലേ? അത്യാവശ്യം നല്ല ഒരു ഇതുള്ളത്. നമുക്കിപ്പോൾ ഒരു 3rd ഗിയറിങ് 60 നോക്കാം.
ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്രൂസ് ചെയ്യാം കേട്ടോ. അത് ഹയർ സ്പീഡ്സിൽ എനിക്കൊരു 100 വരെ പോയപ്പോൾ എനിക്ക് ഒരു രീതിയിൽ എനിക്കൊരു പേടിക്കുന്ന രീതിയോ അല്ലെങ്കിൽ ഒരു പേടി പെടുത്തുന്ന രീതിയിൽ ആ ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ വണ്ടിയിൽ. ഹീറ്റിംഗ് ഇഷ്യൂസ് എനിക്ക് പാൻറ്റിട്ട് ഓടിച്ചുകൊണ്ടൊന്നും എനിക്ക് വലിയതായിട്ട് ഇഷ്യൂസൊന്നും വന്നിട്ടില്ല. ട്രാഫിക്കിൽ ഓടിക്കുമ്പോൾ ആ എഞ്ചിൻ അത്രയും രീതിയിൽ ഹീറ്റ് ആവുന്നോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റബ്ബ് കൊടുത്തൊരു എഞ്ചിനാണ്. ഞാൻ ഈ വണ്ടി സജസ്റ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ ആ ഒരു ലൈറ്റ്നസ്സും ഹാൻഡ്ലിംഗ് ആണ് കേട്ടോ. വളരെ നല്ല രീതിയിൽ തന്നെയാണ്. എനിക്കൊന്ന് ആ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും വളരെ നല്ല രീതിയിൽ ഷോർട്ടർ ഗിയർ റേഷ്യോ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്പോർട്ടി കമ്പ്യൂട്ടർ എന്നൊക്കെ പറയാം. പിന്നെ വിൻഡ് ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സാധനം ഇതൊരു നേക്കഡ് ഒരു വൈസറും കാര്യങ്ങളൊന്നുമില്ല, ഒരു ഷീൽഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വിൻഡ് ബ്ലാസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാം. ഒരു അറൗണ്ട് ഒരു 100 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു വിൻഡ് ബ്ലാസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യാം. ഓവറോൾ ഒരു നല്ല വണ്ടി തന്നെയാണ് കേട്ടോ. ഓടിച്ചിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനും എൻ്റെ ഒരു ഒപ്പീനിയനൊക്കെ ഞാൻ പറയാം. ഹെഡ്ലൈറ്റ്സ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു സമുറായി ഫീലൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഹെഡ്ലൈറ്റ് കാണുമ്പോഴത്തേക്കും. അപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. വണ്ടി മൊത്തത്തിൽ ഒരു ചെറിയ പൊളി സാധനം തന്നെയാണ്. എനിക്ക് മോശമായിട്ട് തോന്നിയ കാര്യങ്ങൾ വളരെ കുറവാണ് വണ്ടിയിൽ. ഒരു അതിഭീകര പവറോ അങ്ങനെയൊന്നും ചിന്തിച്ചുകൊണ്ട് ഈ വണ്ടി വരല്ലേ. പിന്നെ ഈ വണ്ടി ഒരു എയർ കൂൾഡ് വണ്ടിയാണ്. സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ്, ഒരു ലിക്വിഡ് കൂൾഡോ ഓയിൽ കൂൾഡോ ഒന്നുമല്ല. പിന്നെ വണ്ടിയിൽ എനിക്ക് പോരായ്മയായിട്ട് തോന്നിയത് ഒന്ന് ഈ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് അത് 6 സ്പീഡ് ആക്കാമായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ ബ്രേക്സ് ഇച്ചിരി കൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. പിന്നുള്ള ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ സിംഗിൾ ചാനൽ ABS ആണ്, ഡ്യുവൽ ചാനൽ ABS ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയിൽ എനിക്ക് മെയിനായിട്ട് തോന്നിയ ചെറിയ ചെറിയ പ്രോബ്ലംസ്. സ്ലിപ്പർ ക്ലച്ച് ഒന്നും ഇല്ലെങ്കിലും വണ്ടിയുടെ ക്ലച്ച് വളരെ ലൈറ്റാണ് കേട്ടോ. വളരെ ഈസിയാണ്, ഈസി ടു റൈഡാണ്. ഒരു ബിഗിനർ ഫ്രണ്ട്ലി ബൈക്ക് തന്നെയാണ്. ഒരു ബിഗിനർ ഒരു ചൂസ് ചെയ്യുന്ന വണ്ടിയാണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ് വരുന്നുണ്ട്. അറൗണ്ട് 45 kmpയിലാണ് കമ്പനി അവകാശപ്പെടുന്നത്. ആ റേഞ്ചിൽ തന്നെ കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഇതൊരു ഹോണ്ടയാണ്. റിഫൈൻമെൻറ്റ് ലെവൽസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ടയേഴ്സ് പിന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിൻ്റെ ടയേഴ്സും ഈ ഒരു ഹാൻഡിലിങ് വൺ ഓഫ് ദ ബെസ്റ്റാണ്. ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഓടിച്ചത് വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെയാണ് ഈ വണ്ടി തരുന്ന ടയർ. ആ ഒരു ഹാൻഡിലിങ് നമുക്ക് കോൺഫിഡൻസ് തരുന്നത്. ഈസി ടു മെയിൻറ്റെയിൻ എല്ലാം ഒരു ഈസി ഡ്രിവൺ വണ്ടിയാണെന്നാണ് എനിക്ക് ഒറ്റ ബാക്കി പറയണമെങ്കിൽ ഈ വണ്ടിയെ പറ്റി പറയേണ്ടത്. അപ്പോൾ ഈ വണ്ടിയുടെ ഓൺ റോഡ് വരുന്നത് 1,60,000 അടുത്താണ്. അപ്പോൾ ആ ഒരു പ്രൈസിന് നമുക്ക് വരുന്ന കോമ്പറ്റീഷൻ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ വരുന്ന കോമ്പറ്റീഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് ബജാജിൻ്റെ NS 200 വരും. പിന്നെ നമ്മുടെ അപ്പാച്ചി RTR 200 വരും. ഈ ഒരു ടൈപ്പ് ഓഫ് വണ്ടീസാണ് നമുക്ക് ഈ വണ്ടിക്ക് മെയിനായിട്ട് കോമ്പറ്റീഷനായിട്ട് വരുന്നത്. അപ്പോൾ ആ വണ്ടികളിലൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഞാൻ ആ വണ്ടി അപ്പാച്ചി ഓടിച്ചിട്ടില്ല, NS ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടിയായിട്ട് ഒരു കമ്പാരിസണായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഈ വണ്ടി ഇപ്പോൾ ഓടിക്കുന്ന സമയത്ത് ഇഷ്ടമായെന്ന് വെച്ചാൽ എനിക്ക് ഒരു ബാക്കപ്പ് വണ്ടിയായിട്ട് എടുക്കണമെന്ന് തോന്നിപ്പോകുന്നൊരു വണ്ടിയാണ്. ആ രീതിയിൽ ഈസിയാണ്, വളരെ ഈസിയാണ്, ഈസി ടു റൈഡാണ്. അത്യാവശ്യം പവർ വേണ്ടടുത്ത് കുഴപ്പമില്ലാത്ത പവറും തരുന്നുണ്ട്. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളും കുറച്ച് ഫിറ്റ് ആൻഡ് ഫിനിഷും ഒക്കെ ഇമ്പ്രൂവ് ചെയ്തിരുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ആണെന്ന് തന്നെ എനിക്ക് പറയാമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. പീസ്. സ്ഥലം ഓർമ്മയുണ്ടോ? ദിസ് ഈസ് ഹാപ്പിനെസ് ഓഡിയോ ചെയ്ത സ്ഥലമാണ്. ഇവിടെ വെച്ചാണ് BMW K1300 വീഡിയോ എടുത്തത് കേട്ടോ. ദിസ് ഈസ് ഹാപ്പിനെസ്, ആ വൈറലായ ഓഡിയോ.